രക്ഷിക്കാം. ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് ഫിഷിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിത് നമ്മുടെ വീടിൻ്റെ മുന്നേ ഒരു വട്ടക്കാരുണ്ട്. വട്ടക്കാരി നമ്മുടെ കരിമീൻ കപ്പയിട്ട്, അതായത് കൊടി കുത്തി വീശുന്നൊന്ന് കണ്ടാലോ. അതെങ്ങനെ മീനൊക്കെ പിടിക്കുന്നത് നമുക്ക് ആ ചേട്ടന്മാരെയൊക്കെ പരിചയപ്പെട്ട്. ആ ചേട്ടന്മാർ നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ടുകളിൽ തുഴയുന്നതാണ്. നമ്മുടെ CBLലൊക്കെ കപ്പടിച്ച വള്ളമുണ്ടല്ലോ. അപ്പം ആ ചേട്ടന്മാർ നമ്മുടെ ഇവിടെ ഒരു വട്ടക്കാരുണ്ട്. ആ വട്ടക്കാരൻ്റെ അവിടെ വന്ന് വീശുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കാണാം വീശി കരിമീനെ പിടിക്കുന്നത് അതെങ്ങനെയാണ്. നമുക്ക് നേരെ അപ്പം വട്ടക്കായലിലോട്ട് പോകാം. മച്ചന്മാരെ, ഇതാണ് നമ്മുടെ വട്ടക്കായൽ. നമ്മൾ വട്ടക്കായൽ എന്ന് പറയും, പിന്നെ ദർശ എന്ന് പറയും. അതായത് നാല് സൈഡിൽ നിന്നും കായൽ വന്ന് ചേരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നല്ല വിസ്തീർണമാണ്. വെള്ളം ശരി എവിടെ നോക്കിയാലും വെള്ളമാണ്. അക്കരെ ഇക്കരെ നീന്താനൊക്കെ ദൂരമാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊക്കമാണ്, നടുക്കും പൊക്കമാണ്. ചില സ്ഥലങ്ങളിൽ മാത്രമേ കുഴിയുള്ളൂ. പിന്നെ ഒരു ബോട്ട് ചാലും കുഴിയായിരിക്കും. അങ്ങനെ ഒരു സ്ഥലമാണിത്, ഈ വട്ടക്കായൽ. മിക്ക വട്ടക്കായലും പൊക്കമായിരിക്കും. കാരണം അവിടെ ഈ മണ്ണ് വന്ന് കൂടിയിട്ടേ പൊങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് വീശാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വീശുന്നൊക്കെ ഒന്ന് കാണാം. അച്ഛന്മാരെ, നമ്മളപ്പം തുടങ്ങാൻ പോവാം. അപ്പോൾ നമ്മളവിടെ കൊടി കുത്തിയിട്ടുണ്ട്. അവിടെ എന്നിട്ട് കപ്പ ഇട്ടുണ്ട്. കാരണം കപ്പ ഇട്ട സ്ഥലം നമുക്ക് അറിയണമല്ലോ. അത് നമ്മൾ കൊടി കുത്തിയിട്ടുണ്ട്. ഉണ്ടോ, വീശാൻ പോവാണ്. അല്ല, അടിപ്പണായിട്ട് വീശി. കൊടി അപ്പുറത്തിരിപ്പുണ്ട്. ഞാൻ ഈ വള്ളത്തിൽ നിൽക്കുന്ന കാരണം നമുക്ക് കറക്റ്റായിട്ട് കൊടി കാണാൻ പറ്റാത്ത. കൊടി കുത്തുന്നതിനാണ് നമ്മുടെ കപ്പ ഇട്ടിരിക്കുന്ന സ്ഥലം നമുക്കറിയണമല്ലോ. ഉണ്ടോ, ഇനിയും ചേട്ടന്മാർ ഇറങ്ങിയിട്ട് കരിമീനെ എല്ലാം സൈഡിൽ വരുത്തുക. കാരണം വലയുടെ അകത്ത് കിടന്ന് നമുക്ക് വല പൊക്കി എടുക്കാൻ പറ്റത്തില്ല. പൊക്കി എടുത്തു കഴിഞ്ഞ് ഇവൻ എല്ലാം ഇറങ്ങിപ്പോയി. അപ്പം ഇവനെ എല്ലാം ഓടിച്ച് വലയുടെ സൈഡിൽ കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ പയ്യെ പൊക്കുന്നത്, ഇവനെ തപ്പിയെടുക്കുന്നത്. കണ്ടോണം, ഇപ്പം കാണാം നമുക്ക്. കണ്ടോ, ഈ ചേട്ടനൊക്കെ നമ്മുടെ വള്ളാത്തുരുത്തി വള്ളത്തെ തുഴയുന്നതാണ്. അപ്പോൾ തുഴയെന്ന് പറഞ്ഞാൽ പങ്കായക്കാരാണ് ഇവർ രണ്ടുപേരും. നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ജയിച്ച വള്ളമില്ലേ, ആ വള്ളത്തെ എല്ലാ തുഴച്ചിലുകാരാണ് ഇവർ രണ്ടുപേരും. ഇനി രണ്ടുപേരുണ്ട്. അവരപ്പുറത്ത് ഇതുപോലെ വീശുന്നുണ്ട്. ഈ ചേട്ടൻ്റെ പേര് ലാലിച്ചൻ. കണ്ട, അടിപൊളി ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അടിപൊളി ഒരു സാധനം. കണ്ട, അടിപൊളി സാധനം. കണ്ട, എൻ്റെ കളി കണ്ട. ഈ ഇരിക്കുന്നതെല്ലാം കൊടിയാണ്. കണ്ട, വേഴങ്കോലാണ്. വേഴങ്കോലും കരക്കോലെന്നൊക്കെ നമ്മളിവിടെ പറയും. എൻ്റെ മേളിൽ കണ്ട ഒരു മഞ്ഞ കട്ട പോലെ ഇട്ട് നമുക്ക് അറിയാൻ അടയാളത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കാരണം പലരും വന്നിടുവേ. അടുത്തേ കിട്ടുന്നുണ്ട് ആടിപ്പൻ. അടുത്തത് അവൻ്റെ കളി കണ്ടോ. കണ്ടോ, വെറുതെ ആടുന്നുണ്ടോ. കാണാൻ നല്ല രസം. പക്ഷേ ശ്വാസം പിടിച്ച് കിടന്നുള്ള പരിപാടിയാണ്. പിന്നെ ഇവിടെ വേണം നമുക്ക് എത്ത ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എത്തമില്ലാത്ത സ്ഥലത്ത് നടക്കത്തില്ല, പണി നടക്കത്തില്ല. എത്തമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വീശി ഇട്ടേക്കും. വീശി ഇട്ടതിന് ശേഷം ഒരു അരമുക്കാൽ മണിക്കൂറിന് ശേഷം, അല്ല അരമുക്കാൽ മണിക്കൂറല്ല, 1 മണിക്കൂറിന് ശേഷം വന്ന് പയ്യെ വല വലിക്കത്തുള്ളൂ. അടുത്ത് കണ്ട ആ ചേട്ടന് കണ്ടോ, എൻ്റെ കളി കണ്ടോ. അടിപൊളി സാധനം. ഈ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേടുമില്ലാത്ത മീനാണ്. കാരണം കണ്ടോ, ഇതിനിപ്പം നമ്മൾ നേരെ ചാകാതെ വെള്ളത്തിലോട്ട് ഇട്ടുകൊണ്ടാണ് കൊടുക്കുന്നത്. കരിമീൻ്റെ പരിപാടി. കരിമീൻ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് 100 ഗ്രാം 50 ഗ്രാം ഇതിനൊക്കെ ഓരോ റേറ്റാണ് കരിമീൻ. 100 ഗ്രാം 200 ഗ്രാമിന് മേലോട്ടുള്ളതിനാണ് മെയിനായിട്ടും പൈസ കിട്ടത്തുള്ളൂ. ബാക്കിയൊക്കെ പള്ളത്തിൽ നിന്നും പറഞ്ഞമാർ തള്ളും. അല്ല, നല്ല പണിയാണ്. ശ്വാസം പിടിച്ച് വയ്ക്കണം, എന്നിട്ട് മുങ്ങി പിടിക്കണം. കണ്ടോ, മുട്ടി നല്ലൊരു വെള്ളത്തിൽ
1 2 എണ്ണം കൂടെ ഉണ്ടെന്നാണ് ചേട്ടന്മാർ പറയുന്നത്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പായാണ്. അവനെ സൈഡിൽ കൊണ്ടുവരണേ, അന്നേരം നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ. ചേട്ടനെ 2 എണ്ണം, 2 കയ്യിലും 2 എണ്ണം ഉണ്ട്. അടിപൊളി. രാജചേട്ടൻ പൊളിക്കുക കേട്ടോ. കണ്ടോ, 1 2 അടിപൊളി. അടിപൊളി അടിപൊളി പരിപാടി. ഒരെണ്ണം നമ്മളായിട്ട് കളിപ്പിക്കുക. നോക്കട്ടെ, കിട്ടിയോ? എല്ലാം പെറുക്കിയേ ഇട്ടേ. പെറുക്കിയേ അച്ഛന്മാരെ ഒറ്റ വില കിട്ടിയ സാധനമാണ് ഈ കിടക്കുന്നത്. എല്ലാം നല്ല സൈസ് സാധനമാണ്, കുഴപ്പമില്ലായിരുന്നു ഈ വിലയ്ക്ക്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കണ്ടോ കിടപ്പ്, കണ്ടോ അവൻ്റെ.